എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 3ാമത്തെയും 4ാമത്തെയും ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണുള്ളത്. നമുക്ക് ആദ്യം 3ാമത്തെ ശ്ലോകം നോക്കാം. പുഷ്ടശ്ചിരം പോഷയിതു സമീപം ത്യക്ത്വാ സമാസാദിത ജന്മഭൂമി സമന്യമാനഃ പിക നിർവിശേഷമാത്മാനമസ്പൃശ്യത ലജ്ജയാന്ത. ആദ്യം പദച്ഛേദം പറയാം. പുഷ്ട ചിരം പോഷയിതു സമീപം ത്യക്ത്വാ സമാസാദിത ജന്മഭൂമി സ മന്യമാന പിക നിർവിശേഷം ആത്മാനം അസ്പൃശ്യത ലജ്ജയാ അന്ത. ഇവിടെ എന്താണ് പറയണതെന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണന് തന്നോട് തന്നെ ഒരു കുറ്റബോധം തോന്നുകയാണ്. അതാണ് കവി പറയണത്. ചിരം പുഷ്ട പോഷയിതു സമീപം ത്യക്ത്വാ. ചിരം പുഷ്ട അതായത് ചിരകാലമായിട്ട്, വളരെ കാലമായിട്ട് പരിപോഷിപ്പിച്ചു കൊണ്ടിരുന്നത്, അതായത് വളർത്തി വലുതാക്കിയത് എന്നർത്ഥം. അതാണ് പുഷ്ട. തന്നെ വളർത്തി വലുതാക്കിയത് നന്ദഗോപുരമാണല്ലോ. അതാണ് ഇവിടെ പറയണത്. പുഷ്ട പോഷയിതു സമീപം ത്യക്ത്വ. അങ്ങനെ പരിപോഷിപ്പിക്കപ്പെട്ടവനായിട്ടുള്ള ഒരാൾ പോഷയിതു സമീപം, തന്നെ പരിപോഷിപ്പിച്ച ആളുടെ അടുത്ത് നിന്ന് മാറണത് പോലെ. അതാണ് പോഷയിതു സമീപം ത്യക്ത്വ. ആരാണോ തന്നെ വളർത്തി വലുതാക്കിയത് ആ ആളെ ഉപേക്ഷിച്ചിട്ട് സമാസാദിത ജന്മഭൂമി, തൻ്റെ സ്വദേശത്തേക്ക് പോവുകയാണ് എന്നിരിക്കട്ടെ. ശ്രീകൃഷ്ണനിപ്പോൾ അതല്ലേ ഉണ്ടായത്. ശ്രീകൃഷ്ണൻ ജനിച്ചത് മധുരാപുരിയിലാണ്, കാരാഗ്രഹത്തിലാണ്. അതിനുശേഷം നന്ദഗോപരുടെ അടുത്തേക്ക് വസുദേവര് ആ ബാലകനെ കൊണ്ടാക്കി. പിന്നെ 10-12 വയസ്സ് വരെ വളർത്തി വലുതാക്കിയത് നന്ദഗോപരും യശോദയും കൂടിയിട്ടാണ്. അതൊക്കെ കഴിഞ്ഞ് വലുതായപ്പോൾ എന്താ ചെയ്തേ? തൻ്റെ സ്വന്തം നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു. വളർത്തിയ ആളെയൊക്കെ മറന്നുപോയി. അതാണ് ശ്രീകൃഷ്ണനുണ്ടായതായ മോശം. അതാണ് ഇവിടെ പറയണത്. പോഷയിതു സമീപം ത്യക്ത്വാ സമാസാദിത ജന്മഭൂമി, ജന്മഭൂമിയിലേക്ക് മടങ്ങി വന്നവനായിട്ടുള്ള ആ കൃഷ്ണൻ, അങ്ങനെയുള്ള കൃഷ്ണൻ ആത്മാനം, തന്നെ തന്നെ പിക നിർവിശേഷം മന്യമാന. പിക നിർവിശേഷം, പികത്തെ പോലെ, പികം എന്ന് പറഞ്ഞാൽ കുയിലാണ്, കുയിലിനെ പോലെയാണ് താൻ എന്ന് അന്തലജ്ജയാ അസ്പൃശ്യത. പിക നിർവിശേഷം മന്യമാന, പിക നിർവിശേഷം എന്ന് വെച്ചാൽ കുയിലിനെ പോലെയായി താൻ എന്ന് തന്നെ തന്നെ വിചാരിച്ചുകൊണ്ട്, മന്യമാന അന്ത ഉള്ളാകെ, മനസ്സിൽ മുഴുവനും ലജ്ജയാ അസ്പൃശ്യത, ലജ്ജ വന്ന് നിറഞ്ഞു, ആകെ കൂടിയൊരു നാണക്കേടായി എന്ന് മനസ്സുകൊണ്ട്. പുറത്തേക്കൊന്നും കാണിച്ചില്ല. ശ്രീകൃഷ്ണന് മനസ്സുകൊണ്ട് ആകെ ഒരു വല്ലായ്മ തോന്നി. അതെന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു വല്ലായ്മ തോന്നിയത്? ശ്രീകൃഷ്ണൻ തന്നെ തന്നെ ഒരു കുയിലായിട്ടാണ് കണക്കാക്കിയത്. എന്താണ് കുയിലിൻ്റെ കഥ എന്നാണെങ്കിൽ, പണ്ടത്തെ ഒരു കഥയാണ് അത്. യഥാർത്ഥത്തിൽ നടക്കണതൊന്നുമല്ല, കവികൾ അങ്ങനെയൊക്കെ പറയണമെന്നേ ഉള്ളൂ. കുയിലുകൾ, പ്രത്യേകിച്ച് പെൺകുയിലുകൾ വളരെ സമർത്ഥകളാണെന്നും വളരെ മടിച്ചികളാണ് എന്നുമാണ് കഥ. അവർ ഗർഭം ധരിച്ച് പിന്നീട് പ്രസവിക്കാറാവുമ്പോൾ കാക്കകളുടെ കൂട്ടിൽ ചെല്ലുന്നു എന്നും, കാക്കയുടെ കൂട്ടിൽ പ്രസവിച്ചിട്ട് മുട്ടയിട്ടിട്ട് അവിടെ നിന്ന് പോകുന്നു എന്നുമാണ് കഥ. അപ്പോൾ ഈ മുട്ടകളൊക്കെ കാക്കയുടെ കൂട്ടിലാണ് കിടക്കുന്നത്. കാക്കകൾക്ക് ഈ മുട്ട തൻ്റെ മുട്ടയാണോന്നോ കുയിലിൻ്റെ മുട്ടയാണോ എന്നൊന്നും വേർതിരിച്ചറിയാൻ കഴിവില്ലാത്തത് കൊണ്ട് കാക്കകൾ ഈ മുട്ടയുടെ മീതെ, അതായത് പെൺകാക്കകൾ ഇതിൻ്റെ മീതെ അടയിരിക്കുകയും അവയെ വിരിയിക്കുകയും ചെയ്യുന്നു. വിരിഞ്ഞിറങ്ങുന്ന പക്ഷികൾ കാക്കകളും അതുപോലെ കുയിലുകളുമായിട്ട് വേർതിരിയുന്നു. അത് സ്വാഭാവികമാണ്, കാക്കകളുടെ രൂപമല്ല കുയിലുകൾക്ക്. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കുയിലിൻ്റെ കുട്ടികൾ തിരിച്ച് കുയിലിൻ്റെ കൂട്ടിലേക്ക് തന്നെ പറന്നു ചെല്ലുന്നു എന്നുള്ളതൊരു കഥയാണ്. അപ്പോൾ സാധാരണ പറയാറുണ്ട്, വസന്തകാലേ സംപ്രാപ്തേ കാക പിക പിക. കണ്ടാൽ രണ്ടും ഏകദേശം ഒരുപോലെ ഇരിക്കുമെങ്കിലും വസന്തകാലം വന്നാൽ അറിയാം കാക്ക ഏതാ കുയിലേതാ എന്ന്. രണ്ടിനും ഏതാണ്ട് ഒരേ വലിപ്പവും കറുപ്പ് നിറവും ഒക്കെയാണുള്ളത്. പറന്നു പോണതൊന്നും കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല ഇത് കുയിലാണോ കാക്കയാണോ എന്ന്. പക്ഷേ വസന്തകാലത്തിൽ കാക്കയുടെ ശബ്ദവും കുയിലിൻ്റെ ശബ്ദവും കൂടി കേട്ടാൽ നല്ലവണ്ണം വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇവിടെ ശ്രീകൃഷ്ണൻ അങ്ങനെ ഒരു തോന്നലുണ്ടായത്. തന്നെ വസുദേവര് വളർത്താൻ വേണ്ടിയിട്ട് നന്ദഗോപരുടെ അടുത്ത് കൊണ്ടാക്കി. ഒരു കാക്ക എങ്ങനെയാണോ
കാക്കക്കുട്ടികളെ നോക്കണത് പോലെ തന്നെ കുയിലിൻ്റെ കുട്ടിയെ നോക്കണത്. അതുപോലെ നന്ദഗോപരുടെ കുട്ടികളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ആ ഗോപബാലകന്മാരുടെ കൂട്ടത്തിൽ തന്നെയും വളർത്തി. അതിനുശേഷം പറക്കമുറ്റാറായപ്പോൾ ശ്രീകൃഷ്ണൻ തിരിച്ച് അവരവരുടെ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് കുയിലിൻ്റെ കുട്ടി കുയിലുകളാകുന്ന അച്ഛനമ്മമാരുടെ അടുത്തേക്ക് എങ്ങനെയാണോ വരണത് അതുപോലെ ആയി തീർന്നില്ലേ എന്ന് തന്നെത്താൻ ഒരു സംശയം തോന്നി. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണനെ മനസ്സിലാകെപ്പാടെ ഒരു ലജ്ജ തോന്നിയത് എന്ന് കവി പറയുകയാണ് ചെയ്യുന്നത്. അതായത് പറന്നു പോരാറായാൽ പക്ഷി കുയിൽ അതിൻ്റെ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് പോകുന്നു എന്നുള്ളത് കാളിദാസനെ പോലെയുള്ളവരൊക്കെ പ്രയോഗിച്ചിട്ടുള്ള കഥകളാണ്. ശാകുന്തളത്തിലൊക്കെ പറയാറുണ്ട്. അതൊക്കെ ഒരു പഠിപ്പിക്കാത്ത ഒരു പടുത്വം ഉണ്ട് സ്ത്രീകൾക്ക്. അശിക്ഷിത പടുത്വമസ്തി എന്ന് പറയും. പ്രത്യേകിച്ച് ആരും പഠിപ്പിക്കൊന്നും വേണ്ട, പെൺകുയിലുകളെ കാക്കക്കൂട്ടിൽ കൊണ്ടുപോയി മുട്ടയിടാനൊന്നും എന്ന് പറഞ്ഞ് സ്ത്രീകളുടെ ഒരു സ്വഭാവത്തെ അവിടെ ചിത്രീകരിക്കുന്നുണ്ട് ലേശം മോശമാക്കിയിട്ട്. അതെന്തോ ആയിക്കോട്ടെ, ഇവിടെ ഈ ഒരു കഥ പരാമർശിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ സ്വഭാവം തന്നെത്താൻ ശ്രീകൃഷ്ണൻ ഒന്ന് ആലോചിക്കുകയാണ് ഉണ്ടായത്. താൻ അങ്ങനെയായി പോയല്ലോ, ഒരു ഓർമ്മയില്ലാതെ വളർത്തിയ അച്ഛനെയും അമ്മയും ഓർമ്മയില്ലാതെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സമീപവാസമൊക്കെ മതിയാക്കിയിട്ട് തിരിച്ചു പോന്നുല്ലോ എന്നുള്ളതിൻ്റെ വിഷമാണ് ഇവിടെ വർണ്ണിച്ചത്. നമുക്ക് അതായത് ഇനി അടുത്തതായിട്ട് പറയാൻ പോണ ശ്ലോകത്തിൽ പണ്ട് എങ്ങനെയായിരുന്നു ശ്രീകൃഷ്ണൻ എന്നുള്ളതാണ്. നമുക്ക് 4ാമത്തെ ശ്ലോകം ചൊല്ലാം. നാഭുങ്ക്തനന്ദേന വിനാസ കൃഷ്ണോ കഥാപി നാസിഷ്ടതമന്തരേണ നിത്യേ ദിനം ഗോകുലവാർത്തയൈവ തദീയ കണ്ഠഗ്രഹണേന ശിഷ്യേ. നമുക്ക് പദച്ഛേദം പറയാം. ന അഭുങ്ക്ത നന്ദേന വിനാ സ കൃഷ്ണ കഥാ അപി ന ആസിഷ്ട തം അന്തരേണ നിന്യേ ദിനം ഗോകുലവാർത്തയാ ഏവ തദീയ കണ്ഠഗ്രഹണേന ശിഷ്യേ. ഒരു ദിവസം എങ്ങനെയാണ് ശ്രീകൃഷ്ണൻ കഴിച്ചുകൂട്ടിയിരുന്നത് നന്ദഗോപരുടെ സമീപത്ത് എന്നുള്ളത് ഒരു ശ്ലോകം കൊണ്ട് സുകുമാരകവി പറയുകയാണ്. സ കൃഷ്ണ, ആ കൃഷ്ണൻ ഉണ്ടല്ലോ അവിടെയായിരുന്ന കാലത്ത്, അമ്പാടിയിലായിരുന്ന കാലത്ത്, നന്ദേന വിന ന അഭുങ്ക്ത, നന്ദഗോപുര കൂടെ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ണാറില്ലായിരുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ലായിരുന്നു. അച്ഛൻ്റെ കൂടെ ഇരുന്നിട്ടാണ് എല്ലാ ദിവസവും ഭക്ഷണം കഴിച്ചിരുന്നത്. അച്ഛനെ തൊട്ടിരിക്കും, അങ്ങനെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. അതുപോലെ തന്നെ കഥാപി തം അന്തരേണ ന ആസിഷ്ട, മാത്രമല്ല തം അന്തരേണ, നന്ദനെ കൂടാതെ എവിടെയും പോയി ഇരിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ കൂട്ടുകൂടി വേറെ ആരുടെയും കൂടെ പോവില്ല. മറ്റു ബാലകന്മാരുടെ കൂടെയൊക്കെ നടക്കുമെങ്കിൽ പോലും കുറച്ച് കഴിഞ്ഞാൽ വേഗം അച്ഛനെ അന്വേഷിച്ചിട്ട് അടുത്തേക്ക് വരുമായിരുന്നു. നന്ദഗോപരുടെ അടുത്തേക്ക് തന്നെ വരുമായിരുന്നു. നന്ദഗോപരില്ലാതെ വേറൊരു ദിക്കിൽ പോയി ഇരിക്കാൻ ശ്രീകൃഷ്ണന് ഇഷ്ടമില്ലായിരുന്നു, വിഷമമായിരുന്നു. ഇനി അതുപോലെ തന്നെ പറയാണ്, ദിനം ഗോകുലവാർത്തയാ ഏവ നിന്യേ. ദിനം എന്നുള്ളതിന് പകല് എന്നർത്ഥം. അല്ലാന്നുണ്ടെങ്കിൽ ആ സമയം, അതായത് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് മുഴുവനും ഗോകുലത്തിലെ വാർത്തകളൊക്കെ കേൾക്കണം എന്നുള്ള വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ദിനം ഗോകുലവാർത്തയാ. ദിനം എന്നുള്ളതിന് രാവും പകലും ചേർത്തിട്ട് പറയാറുണ്ടല്ലോ. അപ്പോൾ ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയിരുന്നത് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു? ഗോകുലത്തിലെ പലതരത്തിലുള്ള വാർത്തകളും ശ്രവിച്ചുകൊണ്ട് അങ്ങനെ കഴിച്ചു കൂട്ടി, പകലുകളും രാത്രികളും ഒക്കെ. രാത്രി സമയം, ഇത് പകലെന്നുള്ള അർത്ഥത്തിൽ എടുത്ത് പറയാം എന്ന് തോന്നുന്നു. അടുത്തൊരു വാക്ക് രാത്രിയിലെ ഉറക്കത്തിനെ പറ്റിയിട്ടാണ് പറയണത്. അപ്പോൾ പകൽ സമയത്തൊക്കെ ഗോകുലത്തിലെ പല വാർത്തകളുണ്ടായിരുന്നു. പശുക്കളുടെ കാര്യമായിട്ടും ഗോപന്മാരുടെയും ബാലകന്മാരുടെയും ഗോപസ്ത്രീകളുടെയും കാര്യത്തിലൊക്കെ ഇടപെട്ട് അങ്ങനെയായിരുന്നു ദിവസം കഴിച്ചു കൂട്ടിയിരുന്നത്. ഇനി രാത്രിയാകുമ്പോഴെന്താ ചെയ്തിരുന്നത്? തദീയ കണ്ഠഗ്രഹണേന ശിഷ്യേ. തദീയ കണ്ഠഗ്രഹണം, തദീയം എന്ന് പറഞ്ഞാൽ നന്ദഗോപരുടെ കണ്ഠത്തിൽ കെട്ടിപ്പുണർന്നിട്ടാണ് കിടന്നുറങ്ങുക പതിവ്. രാത്രി കിടക്കുമ്പോൾ അച്ഛനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടക്കും. ഇങ്ങനെ രാവു പകല് ഭേദമില്ലാതെ നന്ദഗോപരുടെ പിന്നാലെ തന്നെയായിരുന്നു ഈ ബാലകൻ. പെട്ടെന്നൊരു ദിവസമല്ലേ ഈ മധുരയിലേക്ക് വന്നതും രംഗമാകെ മാറിയതും ഒക്കെ. ശ്രീകൃഷ്ണൻ ആരാണ് എന്നുള്ളതൊന്ന് തെളിയിച്ചു കൊടുത്തു എല്ലാവരുടെ മുമ്പിലും. അപ്പോൾ പഴയ കുട്ടിത്വമൊക്കെ മാറി, അച്ഛൻ്റെ കൂടെ നടക്കണ ആ ഒരു സ്വഭാവമൊക്കെ മാറിപ്പോയി. അതൊക്കെ ആലോചിച്ചിട്ട് ശ്രീകൃഷ്ണന് വിഷമമുണ്ടായിരുന്നു. അതുപോലെ നന്ദഗോപർക്ക് അതിലേറെ വിഷമമുണ്ടായിരുന്നു. അതാണ് ഇങ്ങനെയായിരുന്നു അവിടെ കഴിച്ചു കൂട്ടിയിരുന്നത്. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഗോകുലത്തിലെ കഥകൾ കേട്ടും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചും അങ്ങനെയൊക്കെ ഇങ്ങനെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടി. ഒരുമിച്ചിരുന്ന് അച്ഛനോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു, ഒരുമിച്ച് പല ദിക്കിലും യാത്ര ചെയ്തു. അച്ഛന് വേണ്ടിയിട്ട്
അച്ഛൻ്റെ കൂടെ ഇരുന്ന് സമയം ചെലവഴിച്ചു, അച്ഛൻ്റെ കൂടെ കെട്ടിപ്പിടിച്ചുറങ്ങി. അങ്ങനെ ഒരു അച്ഛൻകുട്ടിയായിട്ടായിരുന്നു ശ്രീകൃഷ്ണൻ അവിടെ അമ്പാടിയിൽ വളർന്നത്. പെട്ടെന്ന് ഒരു അടർത്തി മാറ്റലാണ് സംഭവിച്ചത്. അതിൻ്റെ ഒരു ദുഃഖം നന്ദഗോപരെ എങ്ങനെ ബാധിക്കുമെന്ന് വിചാരിച്ചിട്ട് ശ്രീകൃഷ്ണന് വല്ലാത്ത വിഷമം തോന്നി എന്നാണ് ഇവിടെ പറഞ്ഞു നിർത്തിയത്. നമുക്ക് ബാക്കി അടുത്ത ദിവസം നോക്കാം. ഇന്ന് ഈ 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. പുഷ്ടശ്ചിരം പോഷയിതു സമീപം ത്യക്ത്വാ സമാസാദിത ജന്മഭൂമി സമന്യമാനഃ പിക നിർവിശേഷം ആത്മാനമസ്പൃശ്യത ലജ്ജയാന്ത നാഭുങ്ക്തനന്ദേന വിനാസകൃഷ്ണോ കദാപി നാസിഷ്ടതമന്തരേണ നിന്യേദിനം ഗോകുലവാർത്തയൈവ തദീയ കണ്ഠഗ്രഹണേന ശിഷ്യേ. ഇനി നന്ദഗോപർക്ക് ഉണ്ടാവാൻ പോകുന്ന വിഷമത്തിന് ഇല്ലായ്മ ചെയ്യുന്നതിന്, വിഷമമൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് വസുദേവർ എന്താണ് ചെയ്തത് എന്നുള്ള കഥയൊക്കെയാണ് അടുത്തതായിട്ട് വർണ്ണിക്കുന്നത്. അത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ഭാവപ്രധാനമായിട്ടുള്ള 2 ശ്ലോകങ്ങൾ ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.